കിളിമാനൂർ അണിയിച്ചൊരുക്കുന്ന പുതുപുത്തൻ കലോപകാരം സഹസ്രമുഖ രാവണൻ. കഥാകാരം ലങ്കാധിപനായ ദശമുഖ രാവണനെ പതിച്ച് അവതാര ലക്ഷ്യമായ അസുരവീരനുമായ സഹസ്രമുഖ രാവണനെ കുറിച്ച് സീതാദേവി പറയുന്നു. അനന്തരം സഹസ്രമുഖ രാവണനോട് യുദ്ധം ചെയ്ത ശ്രീരാമനും സൈന്യവും ആ രാക്ഷസ ശക്തിക്ക് മുന്നിൽ പരാജയപ്പെടുന്നു. അതിശക്തനായ സഹസ്രമുഖന്റെ മാരക ബാണങ്ങളേറ്റ് നിശ്ചലനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ രക്ഷിക്കുവാനായി ഒപ്പം സഹസ്രമുഖനെ വധിക്കുവാനുമായി സീതാദേവി തന്റെ ഉഗ്രഭാവമായ സഹസ്രരൂപിണിയായി മാറുന്നു. തുടർന്ന് സഹസ്രമുഖ രാവണനെ വധിക്കുകയും ചെയ്യുന്നു. ഇതിഹാസകാവ്യമായ അത്ഭുത രാമായണം എന്ന കാവ്യഗ്രന്ഥത്തിലെ ഈ കഥാസന്ദർഭം മികച്ച ദൃശ്യാവിഷ്കാരത്തോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു സഹസ്രമുഖ രാവണൻ. സഹസ്രമുഖ രാവണൻ. സഹസ്രമുഖ രാവണൻ. ശ്രീരാമ, ഇത് നിന്റെ വിധി. ലിംഗാപുരി തച്ചുടച്ച് നമ്മുടെ അനുജൻ ദശമുഖ രാവണനെ വധിച്ചത് നിന്റെ ദുർവിധി. ഈ പുഷ്കര ദ്വീപിൽ കിടന്ന് നന്ദിശ്വാസം വലിക്കുവാനാണ് നിന്റെ യോഗം. നിന്റെ അന്ത്യം കുറിക്കാൻ വിധിക്കപ്പെട്ടത് ഈ തമ്മിലാണ്. വീരശൂരന്മാരായ സകല ദേവതകളെയും ചൂണ്ടുവിരലിന് മുന്നിൽ നിർത്താൻ തക്ക ശക്തിയും സിദ്ധിയും ബുദ്ധിയുമുള്ള സഹസ്രമുഖ രാവണൻ. എവിടെയവൾ? ദശമുഖ രാവണന്റെ മൃത്യുവിന് കാരണക്കാരിയായ ആ സീത എവിടെയാണവൾ? ആരാണ് നീ തേടുന്ന സീത? അത് നാമാണ്. നീയാണോ സീത? നിന്നെയാണോ നമ്മുടെ അടുത്തേക്ക് മോഹിച്ചത്? ശ്രീരാമൻ സർവ അശ്വനാം ശസ്ത്രം ശ്രീറാം പുരുഷ പരീക്ഷ. സഹസ്രമുഖ, സ്ത്രീത്വത്തെ അപമാനിച്ച് നിന്റെ അനുജൻ രാവണന്റെ അവസ്ഥ നിനക്കറിയില്ലേ? അതിനേക്കാൾ ഭീകരമായിരിക്കും നിന്റെ അവസ്ഥ. പെണ്ണൊരുമ്പിട്ടാൽ സാക്ഷാൽ ബ്രഹ്മണി പോലും തടുക്കാൻ കഴിയില്ലെന്ന് അറിയുമോ നിനക്ക്? ഓഹോ, എന്നാൽ നിന്റെ പതി രാമന്റെ അവസ്ഥയേക്കാൾ ഭയാനകമായിരിക്കും നിനക്ക്. ജന്മസിദ്ധമായി ലഭിച്ച ശക്തി കൊണ്ട് നാം നേടിയെടുത്തതാണ് ഈ സാമ്രാജ്യം. ശത്രുവിന്റെ വിഗ്രഹത്തിനായി ഒരു വരദാതാവിന്റെ മനോഹരം നമുക്ക് ആവശ്യമില്ല. കാരണം പരശക്തിക്ക് നാം ആരുടെയും മുന്നിൽ തവ തിരിഞ്ഞിട്ടില്ല. സ്ത്രീ എന്ന പരിഗണനയില്ലാതെ തന്നെ നിന്നെ വെട്ടി നുറുക്കി ഈ പുഷ്കര ദ്വീപിലെ കരിങ്കടലിൽ വലിച്ചെറിയും നാം. അത് നിന്റെ പാഴ്മോഹമാണ്. ഭഗവാൻ പുരുഷോത്തമന്റെ അംശാവതാരമായ ശ്രീരാമൻ മൃത്യുവിന് ഇരയാവുകയോ? അത് ഭഗവാന്റെ നാട്യമാണ് സഹസ്രമുഖ. ദശമുഖ രാവണനെ വധിച്ചത് ശ്രീരാമനെങ്കിൽ സഹസ്രമുഖ രാവണനായ നിന്നെ വധിക്കുന്നത് ഈ നാമാണ്. സർവസിദ്ധികളും ജന്മനാ സ്വായത്തമാക്കിയ നാം കേവലം ഒരു അബലയായ നാരിയുടെ ജന്മത്തിന് മുന്നിൽ ഭയക്കുകയോ? നീ പറയുന്ന ബ്രഹ്മനും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഈ സഹസ്രമുഖ രാവണന്റെ മുന്നിൽ പഞ്ചപുച്ഛ പടക്കി ഓച്ചാനിച്ച് നിൽക്കും. അതാണ് കീഴ്വഴക്കം. വീരശൂരനായ നിന്റെ പതിയുടെയും വാനര സൈന്യത്തിന്റെയും ദുർഗതി നീ കണ്ടതല്ലേ? എന്നിട്ടും നമ്മോട് കേൾക്കുന്ന നീ ആരാണ്? ഈ ഭാഗത്തിലെ യക്ഷനോ അതോ മന്ത്രവാദിയോ? ഇതൊന്നുമല്ല നാം. പ്രപഞ്ചത്തിലെ സർവശക്തികളും സംയോജിച്ച് ശത്രു സംഹാരത്തിനായി മൂർത്തിഭാവം കൈക്കൊണ്ട സംഹാര രൂപിണിയായ സീത. നമ്മുടെ അംശാവതാരങ്ങളായ സഹസ്രരൂപിണികൾ നിന്റെ പുഷ്കര ദ്വീപിനെ തകർത്തെറിയുന്നത് കണ്ട് നോക്ക്. നിന്റെ രാക്ഷസ പടയാളികളെ നാം ഇത് അഗ്നിക്കിരയാക്കുന്നു. എനിക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല സീത. നിൽക്കുന്നല്ല, പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നമ്മെ തടുക്കുവാൻ കഴിയില്ല. നിന്നെ തീർത്തുകളയില്ല. അങ്ങനെയെങ്കിൽ നിർത്തൂ നിന്റെ അധര വ്യായാമം. എടുക്കൂ നിന്റെ ആയുധം. മരിക്കുവാൻ നിനക്ക് അപ്പയും കൊടുക്കുമോ? എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ.
ബ്രദേഴ്സ് ആർട്സ് കിളിമാനൂർ അണിയിച്ചൊരുക്കുന്ന പുതുപുത്തൻ കലോപകാരം സഹസ്രമുഖ രാവണൻ.